ഇടവക വൈദികരുടെ വരുമാനത്തെക്കുറിച്ചും അവർ ആദായനികുതി അടയ്ക്കുന്നില്ലെന്നും നവമാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്തയ്ക്ക് മറുപടി നൽകുകയാണ് ഈ ലേഖനം വഴി. ഇത് അവതരിപ്പിക്കുന്നത് റവറൻഡ് ഡോക്ടർ വർഗീസ് ചെത്തിപ്പുഴയാണ്. അടുത്ത കാലത്ത് എൻ്റെ ഒരു സ്നേഹിതൻ ഒരു വാട്സപ്പ് സന്ദേശം അയച്ചു തരികയുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെയൊരു സന്ദേശം നൽകുവാൻ തീരുമാനിക്കുകയായിരുന്നു. വാട്സപ്പ് സന്ദേശത്തിൻ്റെ തലക്കെട്ട് പുരോഹിതന്മാരുടെ വരുമാനം എന്നതും അവർ വരുമാന നികുതി സർക്കാരിൽ അടയ്ക്കുന്നില്ല എന്നുമായിരുന്നു. കുറച്ചു കാലം മുമ്പ് വരെയും ഒരുവൻ്റെ പൊതുവായ അറിവ് സമ്പാദനം പത്രമാസികകളിലൂടെയും റേഡിയോയിലൂടെയുമായിരുന്നു. ടെലിവിഷൻ്റെ ആവിർഭാവത്തോടുകൂടി കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ തുടങ്ങി. പത്രങ്ങളിലും മാസികകളിലും ടെലിവിഷനിലുമൊക്കെ ചെന്നുപെടുക എല്ലാവർക്കും എളുപ്പമല്ല. പത്രങ്ങളും മാസികകളും ടെലിവിഷനുമൊക്കെ മതത്തിൻ്റെ പേരിലോ സമുദായത്തിൻ്റെ പേരിലോ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിലോ നടത്തുന്നവയാകൊണ്ട് പലർക്കും പലതും സ്വതന്ത്രമായി അവതരിപ്പിക്കുവാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ നവദൃശ്യ സാമൂഹ്യ മാധ്യമങ്ങൾ വന്നതോടുകൂടി ആർക്കും എന്തും എവിടെയും അവതരിപ്പിക്കുവാൻ എളുപ്പമായി. അവയിലൂടെ ഉപകാരപ്രദമോ അല്ലാത്തതോ, ശ്ലീലമോ അശ്ലീലമോ, രാഷ്ട്രീയമോ അല്ലാത്തതോ മതപരമോ അല്ലാത്തതോ ആയ എന്തും നവമാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും പേരിൽ നടത്തുന്ന പലതും ഒരു വിഭാഗം ആളുകളെ വേദനിപ്പിക്കുന്നുണ്ടെന്ന കാര്യം അവതാരകൻ അറിഞ്ഞോ അറിയാതെയോ വിസ്മരിച്ചു പോകുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാകാം സൈബർ സെല്ലുകളും നെറ്റ് നിയന്ത്രണങ്ങളുമൊക്കെ സർക്കാർ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ചില പരിഷ്കൃത ജനാധിപത്യ രാജ്യങ്ങളിലുള്ളതുപോലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യ പ്രകടനം ഇന്ത്യ പോലുള്ള രാജ്യത്ത് കാണാറില്ല, അതനുവദിച്ചിട്ടുമില്ല. ഉദാഹരണത്തിന് അമേരിക്കയിൽ പ്രസിഡന്റിനെ മുതൽ ആരെയും പരസ്യമായി വിമർശിക്കുവാൻ കഴിയും. ദേശീയ പതാക തലകീഴായി പിടിക്കുകയോ അനാചാരം കാണിക്കുകയോ ചെയ്യാം. ദേശീയ പതാക നിലത്തിട്ട് ചവിട്ടുകയോ കറൻസി നോട്ടുകൾ നിലത്തിട്ട് ചവിട്ടുകയോ പരസ്യമായി കത്തിക്കുകയോ ചെയ്യാം. പതാക കൊണ്ട് അടിവസ്ത്രമോ മേൽവസ്ത്രമോ തുന്നുകയും ധരിക്കുകയും ചെയ്യാം. അവിടെ അതൊന്നും കുറ്റകരമായി പരിഗണിക്കാറില്ല. ഇന്ത്യയിലെ കാര്യങ്ങൾ നമുക്കൊക്കെ അറിവുള്ളതാകിയാൽ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്ത കാലത്തായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ക്രൈസ്തവ മതത്തെ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയെയും മതാചാര്യന്മാരെയും സന്യസ്തരെയുമെല്ലാം വൻതോതിൽ ആക്രമിക്കുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട്. കേരളത്തിലെ ഹൈന്ദവ മതത്തെയോ ഇസ്ലാം മതത്തെയോ പറ്റി ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തുകളെപ്പറ്റി ഈ പുരോഗമന അവതാരകർക്ക് നല്ല അറിവുള്ളവരാകയാൽ ആ വഴിക്ക് അവർ തിരിയുകയില്ല, അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാറുമില്ല. അത് നല്ലത് തന്നെ. ഇന്ത്യ മതനിരപേക്ഷതയുടെ നാടാണെന്നൊക്കെ തൊണ്ട തുറന്ന് പ്രസംഗിക്കുന്നവരൊക്കെ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നുവെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എല്ലാം പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കണമല്ലോ എന്നതുകൊണ്ടായിരിക്കാം. കത്തോലിക്ക സഭയുടെ ആതുര സേവന രംഗത്തെയും സാമൂഹ്യ സേവന രംഗത്തെയും വിദ്യാഭ്യാസ രംഗത്തെയും പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും അതിന് കീഴിലുള്ളവരെല്ലാം പ്രകീർത്തിച്ചു പറയാറുണ്ട്. ഇതൊക്കെ കേരളത്തിലെ പുരോഗമന ചിന്താഗതിക്കാരായ സഭാ വിമർശകർക്ക് മനസ്സിലാക്കുവാൻ അറിവില്ലാത്തത് പോകുന്നത് എന്തുകൊണ്ടാണ് എന്നതും പഠന വിഷയം ആക്കേണ്ടതാണ്. അമേരിക്കയിലെ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന ഇന്ത്യൻ കുട്ടികളെ വഴക്ക് കൂടുമ്പോൾ കൂട്ടുകാർ ഗാന്ധി എന്ന് വിളിക്കും. കാരണം ഗാന്ധി സമാധാനപ്രിയനും അഹിംസയുടെ പ്രവാചകനുമാണെന്നതാണ് എന്ന് അവർക്കറിയാം. അതുപോലെ അവരെ ചിക്കൻ, കോഴി എന്ന് വിളിക്കും. കാരണം ചിക്കൻ, കോഴി ഒരു പാവം പക്ഷി എന്നത് തന്നെ. ഏതാണ്ട് ഇതുപോലെ ശാന്തരായി സമാധാനപ്രിയരായി ശത്രുസ്നേഹികളായി അവരാണ് ക്രൈസ്തവരെന്നറിയാവുന്നത് കൊണ്ടാണ് ഈ സഭാവിരോധികൾ സഭയെ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയെ കടന്നാക്രമിക്കുന്നത്. കേരളത്തിലെ ഒരു സമുന്നത കോളേജിൽ നിന്നും വിരമിച്ച ഒരു മുസ്ലിം പ്രൊഫസർ സാന്ദർഭികമായി എന്നോട് പങ്കുവച്ച ഒരു വസ്തുത ഇപ്രകാരമാണ്. കത്തോലിക്ക സഭയിലെ വൈദികന്മാരും സന്യസ്തരുമൊക്കെ ലാഭേച്ഛ കൂടാതെ ചെയ്യുന്ന മഹത്തായ സേവനം മറ്റു യാതൊരു മതാചാര്യനും വിശ്വാസിക്കും ചെയ്യുവാൻ കഴിയുകയില്ല. വ്യക്തിജീവിതത്തിൽ സമ്പാദിക്കാമായിരുന്ന പലതും ത്യജിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ സഭയിലും സമൂഹത്തിലും ചെയ്യുന്ന സേവനത്തെ എങ്ങനെ വിസ്മരിക്കാനാവും? സഭാവിമർശനങ്ങൾ വെറും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലേ?
പട്ടി കുറിച്ചാൽ പടി തുറക്കുമോ എന്ന മനോഭാവത്തോടുകൂടി സഭ അതിനെയൊക്കെ അവഗണിക്കും തോറും ആക്രമണങ്ങൾ കൂടി വരികയാണ്. ആക്രമണങ്ങൾ നടത്തുന്നവരെ നിലയ്ക്ക് നിർത്തുവാനും സഭയുടെ നിലയും നിലപാടുകളും അറിയിക്കുവാനും സഭാ നേതൃത്വവും ജാഗ്രതയുള്ളവരാകേണ്ടതുണ്ട്. നമ്മുടെ രൂപതകളിലെ ജാഗ്രതാ സമിതിക്കാർ എവിടെ പോയി ഒളിച്ചിരിക്കുകയാണോ എന്തോ. അടുത്ത കാലത്ത് എസൻസ് ഗ്ലോബലിൻ്റെ കീഴിൽ ന്യൂറോൺസ് വഴി ഒരു മഹാൻ നടത്തിയ പ്രസംഗമാണ് വാട്സപ്പിലൂടെ എനിക്ക് ലഭിച്ചത്. കത്തോലിക്ക സഭയിലെ ഇടവകയിൽ പ്രവർത്തിക്കുന്ന പുരോഹിതന്മാരുടെ വരുമാനത്തെപ്പറ്റിയുള്ള സത്യവിരുദ്ധവും തെറ്റിദ്ധാരണാജനകവുമായ പരാമർശനങ്ങളാണ് പ്രസംഗത്തിൽ ഉടനീളം കേട്ടത്. ഇങ്ങനെയുള്ള മഠയത്തരങ്ങൾ നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നതിന് മുൻപ് വിഷയം പഠിച്ച ശേഷം അവതരിപ്പിക്കാവൂ എന്നൊരു അഭ്യർത്ഥനയുണ്ട്. സഭാംഗങ്ങളാണെങ്കിലും സഭയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി വ്യവസ്ഥിതിയെപ്പറ്റിയും നല്ലൊരു വിഭാഗം ആളുകൾക്കും വ്യക്തമായി അറിവില്ലാത്തതിനാൽ മേൽവിവരിച്ച വിധത്തിലുള്ള പരാമർശനങ്ങൾ അപ്പാടെ ശരിയെന്ന് ധരിച്ചു പോകും. സഭാംഗങ്ങൾ അല്ലാത്തവർക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാത്തതിനാൽ സഭയെ സംബന്ധിച്ച് കേട്ടതെല്ലാം ശരിയാണെന്ന് ധരിച്ചുവെന്നും വരാം. അതുകൊണ്ട് വാട്സപ്പ് സന്ദേശത്തിലൂടെ വന്ന വാർത്തയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഒന്നൊന്നായി അവതരിപ്പിക്കുവാനും യാഥാർത്ഥ്യം വിശദീകരിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. വിശദീകരണവും. ഒന്ന്, പുരോഹിതന്മാരും മെത്രാന്മാരും സർക്കാരിന് വരുമാന നിധി കൊടുക്കുന്നില്ല എന്നതാണ് ആരോപണം. പുരോഹിതന്മാർ പ്രത്യേകിച്ച് കേരളത്തിൽ വരുമാന നികുതി കൊടുക്കുന്നവരുടെ ഗണത്തിൽ പെടുന്നില്ല. അവരുടെ വരുമാനം വളരെ കുറവാണെന്നതാണ് വസ്തുത. പല രൂപതകളിലും ഒരു മാസത്തെ വൈദികൻ്റെ ശമ്പളം 12,000 രൂപയോ അതിൽ കുറവോ ആണ്. പ്രതിവർഷം 2.5 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ളവർക്ക് മാത്രമേ ആദായ നികുതി കൊടുക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് പൊതുവിൽ വൈദികർ ആദായ നികുതി കൊടുക്കുന്നവരുടെ പരിധിയിൽ വരുന്നില്ല. സ്കൂളുകളിലോ കോളേജുകളിലോ മറ്റേതെങ്കിലും കൂടിയ ശമ്പളമുള്ള തസ്തികകളിൽ ജോലി ചെയ്യുന്നവർ മാത്രമേ ആദായ നികുതി കൊടുക്കുന്നവരുടെ പട്ടികയിൽ വരികയുള്ളൂ. അവരുടെ സംഖ്യ വെറും 5% കുറവുമാണ്. രണ്ടാമത്തെ ആരോപണം, മെത്രാനും പുരോഹിതന്മാരും കോടികൾ വിലമതിക്കുന്ന ആഡംബര കാറുകൾ ഉപയോഗിക്കുന്നു. കേരളത്തിലെ കത്തോലിക്ക സഭയിലെ ഒരു മെത്രാനും പുരോഹിതനും കോടികൾ വിലയുള്ള കാറുകൾ ഉപയോഗിക്കുന്നതായി അറിവില്ല. ഒരുപക്ഷെ മലയാള ഭാഷാ പ്രയോഗത്തിൽ 10, 100, 10, 10,000 ലക്ഷങ്ങൾ കോടികൾ എന്നൊക്കെ പറയുന്നതിൻ്റെ ഭാഗമായി വിമർശകൻ പ്രാസത്തിനു വേണ്ടി കോടികൾ വിലമതിക്കുന്ന എന്ന് പറഞ്ഞതാകാം. ആഡംബരക്കാറുകൾ മെത്രാന്മാരും പുരോഹിതന്മാരും ഉപയോഗിക്കരുതെന്ന് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. അത് വിമർശകൻ പറഞ്ഞത് ശരിയാണ്. കാറിൻ്റെ വിലയും വലിപ്പവുമൊക്കെ ഇത്രയും വിമർശന വിധേയമാക്കുന്നത് കേരളത്തിലെ തലയിൽ മാമുദിസ ജലം വീണ വിമർശകർ മാത്രമാണെന്നതാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ആരോപണം, പള്ളിവക പാരിഷ് ഹാളുകൾക്കും സ്ഥാപനങ്ങൾക്കും വരുമാന നികുതി കൊടുക്കുന്നില്ല. ഇത് അടിസ്ഥാനരഹിതമായ ഒരു പ്രസ്താവനയാണ്. ഇടവകയുടെ വരുമാന സംബന്ധമായ എല്ലാ വിവരങ്ങളും സർക്കാരിനെ അറിയിക്കുന്നുണ്ട്. പള്ളി പോലുള്ള സ്ഥാപനങ്ങൾ സർക്കാരിൻ്റെ 12A രജിസ്ട്രേഷനിൽപ്പെട്ട ചാരിറ്റബിൾ സ്ഥാപനങ്ങളാണ്. അവിടെ നിന്നും വരുമാനമായി കിട്ടുന്ന തുകയുടെ 85% അവിടെ ചിലവഴിച്ചുവോ എന്നാണ് സർക്കാർ പരിശോധിക്കുക. ഇടവകകൾ ഓരോ വർഷവും ടാക്സ് സംബന്ധമായ പേപ്പറുകൾ സർക്കാരിൽ സമർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വിമർശകൻ്റെ ആരോപണം ശരിയല്ലെന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ആരോപണം, കുർബാന ചൊല്ലിക്കുവാൻ 75 രൂപ കൊടുക്കണം, കുർബാന ധർമ്മം വാങ്ങരുതെന്ന് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ കുർബാനപ്പണം 75 രൂപയായിരുന്നത് ഇപ്പോൾ 100 രൂപയായി ഏതാണ്ട് എല്ലാ രൂപതകളിലും നിശ്ചയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ വിമർശകൻ അതറിഞ്ഞില്ലായിരിക്കാം. കുർബാനപ്പണം ലോകത്തിലെ എല്ലായിടത്തും നടപ്പിലുള്ള ആചാരമാണ്. പണമില്ലാത്തതിൻ്റെ പേരിൽ ആർക്കും കുർബാന നിഷേധിക്കപ്പെടരുത് എന്നു മാത്രമാണ് മാർപ്പാപ്പായുടെ പ്രസ്താവനയിലൂടെ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും അവസാന ഗ്രേഡ് ജോലിക്കാരന് കിട്ടുന്ന ശമ്പളത്തിലും കുറവാണ് വൈദിക ശമ്പളം. അതുപോലെ കേരളത്തിലെ ക്ഷേത്ര ജീവനക്കാരിൽ ഏറ്റവും താഴ്ന്ന ജോലിക്കാരന് കിട്ടുന്നതിലും കുറവാണ് വൈദിക ശമ്പളം. ദേശാഭിമാനി പത്രം മാർച്ച് 19, 2020. അതുകൊണ്ട് വൈദികനൊരു സഹായമാകുവാൻ വേണ്ടി കൂടിയാണ് സഭയിൽ കുർബാന ധർമ്മം നിശ്ചയിച്ചിരിക്കുന്നത്.
100 കുർബാനയുടെ പണം വൈദികന് കൈവശം വയ്ക്കാമെന്ന് പറഞ്ഞത് ശരിയാണ്. ഒരു കുർബാനയ്ക്ക് ഒരു കുർബാനപ്പണം മാത്രമേ സ്വീകരിക്കുവാൻ പാടുള്ളൂവെന്ന് നിയമം അനുശാസിക്കുന്നുണ്ട്. വലിയൊരു ഇടവകയാണെങ്കിൽ ഒരു ദിവസം വിമർശകൻ പറഞ്ഞതുപോലെ പലരുടെ മരണ അവധികൾ ദിവസങ്ങൾ വരാം. പണമേൽപ്പിക്കുന്നവരുടെ പണമെല്ലാം സ്വീകരിക്കുന്നുണ്ട്. ഈ നാട്ടിൽ ഇന്ന ദിവസം ഇന്നയാൾക്ക് വേണ്ടിയാണ് ബലിയർപ്പിക്കുന്നതെന്ന വ്യവസ്ഥിതി ഇല്ലാത്തതിനാൽ ഒരു ബലിയിൽ എല്ലാവരും പങ്കെടുക്കുന്നു. സഭയുടെ പഠനങ്ങളനുസരിച്ച് ബലി അമൂല്യമാണ്. എല്ലാവരും ബലിയിൽ പങ്കുകൊണ്ടതുകൊണ്ട് ആർക്കും ദൈവാനുഗ്രഹത്തിൽ കുറവ് സംഭവിക്കുന്നില്ല. ചില രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള വാർഷിക ബലിയർപ്പണങ്ങൾക്ക് 1 വർഷം മുമ്പ് വരെ ഓഫീസിലെത്തി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ബലിയർപ്പണത്തോടനുബന്ധിച്ച് പേര് വിളിച്ചറിയിക്കുന്നുണ്ട്. അതുപോലെ പള്ളിയിലെ ബുള്ളറ്റിനിലും പേര് പരസ്യപ്പെടുത്താറുണ്ട്. അടുത്ത കാലത്ത് ഞാനൊരു ഗ്രാമീണ ഇടവകയിൽ 4 വർഷക്കാലം സേവനം ചെയ്തെടുത്ത് പേര് രജിസ്റ്റർ ചെയ്യുന്ന സംവിധാനം ഇല്ലായിരുന്നുവെങ്കിലും പേരറിയിച്ച് ബലിയർപ്പിക്കുമായിരുന്നു. അങ്ങനെയുള്ള നല്ല സംവിധാനങ്ങളൊക്കെ കേരള സഭയിലും ഉണ്ടായിക്കാണുവാൻ ഞാനും തീവ്രമായി ആഗ്രഹിക്കുന്നു. 100 കുർബാനയിൽ കൂടുതൽ വരുന്ന തുക അതത് രൂപത ഓഫീസിൽ ഏൽപ്പിക്കണമെന്ന് നിയമമുണ്ട്. വിമർശകൻ ഇവിടെ വളരെ തെറ്റിദ്ധാരണാജനകമായ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അത് ശരിയല്ല. ഇങ്ങനെ അതിരൂപതയിൽ അടയ്ക്കുന്ന കുർബാനപ്പണം ലഭിക്കാത്ത ഇടവുകളിലെ വൈദികർക്ക് നൽകുകയാണ് ചെയ്യുക. വിമർശകൻ പറഞ്ഞത് അങ്ങനെ രൂപത സ്വീകരിക്കുന്ന തുക അതിരൂപതയുടെ സ്ഥാപിത താല്പര്യത്തിനും സുഖഭോഗത്തിനും വേണ്ടി ഉപയോഗിക്കുന്നുവെന്നാണ്. വിമർശകൻ വളരെ ലാഘവബുദ്ധിയോടെ അങ്ങനെ പ്രസ്താവിച്ചത് വളരെ ദൗർഭാഗ്യകരമായി പോയി എന്ന് എനിക്ക് പറയുവാനുള്ളൂ. അടുത്ത ആരോപണം കൂദാശകളുടെ പരികർമ്മത്തിന് ഫീസ് ഈടാക്കുന്നു. ഇത് സത്യവിരുദ്ധമായ ഒരു പ്രസ്താവനയാണ്. കൂദാശകളുടെ പരികർമ്മങ്ങൾക്ക് ഒരു ഫീസും ഈടാക്കുന്നില്ല. മാമോദീസ നടത്തുന്നതിന് ഒരു ഫീസുമില്ല. ആളുകൾ സമ്മാനം കൊടുത്താൽ അത് സ്വീകരിക്കാം. പലപ്പോഴും അത് സംഭവിക്കാറുമില്ല ജനങ്ങളുടെ ഭാഗത്തു നിന്നും. അടുത്ത ആരോപണം വിവാഹം നടത്തുന്നതിന് വൈദികർ തുക വാങ്ങുന്നു. വൈദികന് വേണ്ടി ഒരിടത്തും വിവാഹവുമായി ബന്ധപ്പെട്ട് തുക ഈടാക്കുന്നില്ല. വിവാഹത്തിന് ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഒരു തുക പസാരമായി പള്ളിയിൽ കൊടുക്കണമെന്ന് നിയമമുണ്ട്. പള്ളിയിൽ കൊടുക്കുന്ന തുകയിൽ ഒരു പൈസ പോലും വൈദികനില്ല. ലഭിക്കുന്ന തുകയുടെ നിശ്ചിത ശതമാനം പള്ളിയുടെ കണക്കിൽ ശുശ്രൂഷയ്ക്കും കൊടുക്കണമെന്നുണ്ട്. ബാക്കി തുക മുഴുവൻ ഇടവകയുടെ ചാരിറ്റി ഫണ്ടിലേക്ക് മുതൽ കൂട്ടുകയാണ് സാധാരണ ചെയ്യുക. അടുത്ത ആരോപണം വിവാഹം ആശീർവദിക്കുന്നതിന് മെത്രാൻ വൻതുക ഈടാക്കുന്നു. കേരളത്തിലെ പല രൂപതകളിലും മെത്രാന്മാർ തിരക്കേറിയ ജീവിതം നയിക്കുന്നവരാണ്. ബന്ധപ്പെട്ടവരുടെയോ രൂപതയുമായി ബന്ധപ്പെട്ടവരുടെയോ ആയ ചിലരുടെ വിവാഹത്തിന് പോകുന്നതിന് ഫീസ് ഈടാക്കാറില്ല. എന്നാൽ ചില വിവാഹങ്ങൾക്ക് മെത്രാനെ ക്ഷണിക്കുന്നവർ ഒരു തുക കൊടുക്കേണ്ടതുണ്ട്. ആ തുക അതാത് രൂപതയുടെ ചാരിറ്റബിൾ ഫണ്ടിലേക്ക് മുതൽ കൂട്ടുകയാണ് പതിവ്. വിമർശകൻ സൂചിപ്പിച്ചതുപോലെ മെത്രാന്റെ സ്വന്തമായി ആ തുക വിനിയോഗിക്കുകയല്ല. അടുത്ത ആരോപണം മൃതസംസ്കാരത്തിനുള്ള തുക ഈടാക്കുന്നു. വിമർശകൻ സൂചിപ്പിച്ചതുപോലെ മൃതസംസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരു തുക വൈദികന് വേണ്ടി ഈടാക്കുകയോ എടുക്കുകയോ ചെയ്യുന്നില്ല. മൃതദേഹ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കുഴിക്കാണം, പള്ളിവക സാധനങ്ങൾ എടുക്കുന്നതിനുള്ള ഫീസ് എന്നിവ മാത്രമേ ഈടാക്കുന്നുള്ളൂ. അതിലൊരു ഭാഗം പള്ളി ശുശ്രൂഷയ്ക്ക് നൽകിയ ശേഷം ബാക്കി തുക മുഴുവൻ പള്ളിയിലേക്ക് മുതൽ കൂട്ടുകയാണ്. മരണവുമായി ബന്ധപ്പെട്ട് വീട്ടിലെ കർമ്മങ്ങൾക്കും പള്ളിയിലെ കർമ്മങ്ങൾക്കും സെമിത്തേരിയിലെ കർമ്മങ്ങൾക്കും അമിതമായ തുക ഈടാക്കുന്നുവെന്നാണ് വിമർശകൻ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി വിമർശകൻ ചെയ്ത പ്രസ്താവന തികച്ചും സത്യവിരുദ്ധമാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ആരോപണം മൃതസംസ്കാരത്തിന് ശേഷമുള്ള മന്ത്ര എന്ന ചടങ്ങിന് കിട്ടുന്ന തുക വൈദികൻ സ്വന്തമാക്കുന്നു. ഈ പ്രസ്താവന കപടവും അടിസ്ഥാനരഹിതവുമാണ്. ഒരാളുടെ മരണശേഷം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞോ 30, 40, 90 ദിവസങ്ങൾ കഴിഞ്ഞോ പരേതിനു വേണ്ടി ബലിയർപ്പിച്ച ശേഷം സെമിത്തേരിയിൽ പ്രാർത്ഥന നടത്തുന്നു. പിന്നീട് ഭവനത്തിൽ പോയി 5 മിനിറ്റ് നീളുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഇതാണ് മന്ത്ര എന്ന് അറിയപ്പെടുന്ന കർമ്മം. ഈ ചടങ്ങിൽ വിമർശകൻ പറഞ്ഞതുപോലെ പണസമാഹരണം വൈദികൻ നടത്തുന്നില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു.
മന്ത്രപ്രാർത്ഥന നടത്തുന്ന വൈദികൻ ഭവനത്തിൽ മുഴുവൻ ഹാനാമെള്ളം തളിക്കുന്നു. ഇതിനോടനുബന്ധിച്ച് ഒരു താലത്തിൽ ഉണക്കമുന്തിരിയോ ജീരകമോ വച്ചിരിക്കും. നേർച്ചയിടുവാൻ ഒരു പാത്രവും വച്ചിരിക്കും. അവിടെ വരുന്നവർ പണമിടുന്നത് നിരീക്ഷിക്കാനല്ല വൈദികൻ അവിടെ ഇരിക്കുന്നത്. നേർച്ചയിട്ട ശേഷം വൈദികൻ്റെ കയ്യിൽ തൊട്ട ശേഷം ആളുകൾ കടന്നു പോകുന്നു. ഈ ആചാരത്തിന് കൈക്കസ്തൂരി കൊടുക്കൽ എന്നാണ് പറയുക. ഒരർത്ഥത്തിൽ സമാധാനം കൊടുക്കുവാനാണ് ഇത്. മന്ത്രയുമായി ബന്ധപ്പെട്ട് നേർച്ച ശേഖരിക്കുന്ന തുക കുടുംബക്കാർ എണ്ണി തിട്ടപ്പെടുത്തി ശുശ്രൂഷ ഏൽപ്പിക്കുന്നു. ചിലപ്പോൾ വൈദികൻ സ്വീകരിച്ചുവെന്നും വരാം. ഇവിടെയാണ് വിമർശകൻ തെറ്റിദ്ധാരണാജനകമായി തുക മുഴുവൻ വൈദികനെടുക്കുന്നുവെന്ന് പറഞ്ഞത്. ആ ശേഖരിച്ച തുകയിൽ 100 രൂപയിൽ കുറയാത്ത ഒരു തുക ശുശ്രൂഷയ്ക്ക് നൽകുന്നു. ബാക്കി വരുന്ന തുക 2ആയി വിഭജിച്ച് ഒരു ഭാഗം പരേതൻ്റെ ആത്മശാന്തിക്കായി ബലിയർപ്പണത്തിന് മാറ്റുന്നു. മറ്റേ ഭാഗം ഇടവകയുടെ ചാരിറ്റി ഫണ്ടിലേക്കും മാറ്റുന്നു. ആ തുക വൈദികൻ എടുക്കണമെന്നില്ല, ഏതെങ്കിലും ഒരു വൈദികനെ ഏൽപ്പിച്ചാൽ മതിയാവുന്നതാണ്. അതുകൊണ്ട് വിമർശകൻ പറഞ്ഞ വസ്തുതകൾ വാസ്തവവിരുദ്ധവും മനഃപൂർവ്വം വൈദികരെ തരം താഴ്ത്തി കാണിക്കുവാനും അവരുടെ വരുമാനം വലുതാണെന്ന് കാണിക്കുവാനും വേണ്ടി പറഞ്ഞതാണ്. ഓരോ മന്ത്രായിക്കും 30,000 രൂപ വരെ ലഭിക്കുമെന്ന് കൂടി വിമർശകൻ പറയുകയുണ്ടായി. 4 വർഷം വികാരിയായി ഞാൻ ജോലി ചെയ്ത ഒരു പാവപ്പെട്ട ഇടവകയിൽ ഒരിക്കൽ പോലും നേർച്ച കിട്ടിയ തുക 4,500 രൂപയിൽ കൂടുതൽ ലഭിച്ചിട്ടില്ല. വിമർശകൻ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിരുന്ന പല കാര്യങ്ങൾക്കും വ്യക്തമായ മറുപടി കൊടുത്തുവെന്ന് കരുതുന്നു. കത്തോലിക്ക സഭയെയും വൈദികരെയും മനഃപൂർവ്വം അവഹേളിക്കുവാനും തരം താഴ്ത്തി കാണിക്കുവാനും മുൻപോട്ട് വരുന്ന വിമർശകനെ പോലെയുള്ള കത്തോലിക്കൻ എന്ന പേരുധാരികൾ എന്തുകൊണ്ട് സഭയെ നന്നാക്കുവാൻ ക്രിയാത്മകമായ മാതൃകാപരമായ ജീവിതത്തിലൂടെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നില്ല എന്നാണ് ചോദിക്കുവാനുള്ളത്. അസത്യങ്ങളും അർത്ഥസത്യങ്ങളും നവമാധ്യമങ്ങളിലൂടെ അവതരിപ്പിച്ച് കത്തോലിക്ക സഭയെ അവഹേളിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് മറ്റൊരിടത്തും കിട്ടാത്ത ജനശ്രദ്ധ കിട്ടുമെന്ന് ധരിച്ചിട്ടാകാം ഇങ്ങനെ ചെയ്യുന്നത്. മനോരോഗ വിദഗ്ധരുടെ ഭാഷയിൽ ഇതിനെ അറ്റൻഷൻ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയും. എന്നെ ക്ഷമയോടെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.